ജനങ്ങളെല്ലാം തന്നെ കഴുതകളാണ്. ചിലര് കഴുതിയാവും, അത് എന്റെ കൂടെ ഉണ്ടാവും. അല്ലാത്തവരെന്നെ കഴുതിയല്ല. എന്ത് നോക്കൂ, എന്താണ് ഇത്? ഈ കാര്യം എന്താണ് ആലോചിച്ചോ? എത്ര ഗുരുതരമായ സംഗതിയാണത്. ഭാഗ്യവശാൽ 1947 ശേഷം ഇന്ത്യൻ മുസ്ലിം ലീഗുകൾക്ക് ഉണ്ടായ ഏറ്റവും മഹത്തായ ഒരു നേട്ടം ആയിരുന്നു അത്. പാർലമെന്റിൽ ആ കാര്യം നിർത്തിവെച്ചു. അതിപ്പം അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലാന്ന് ഗവൺമെന്റ് പറഞ്ഞു. എന്തുകൊണ്ട്? മുസ്ലിം സംഘടന ശക്തി, ആ ശക്തി ഈ കാലത്ത് വന്നു. ചെറിയ നേട്ടമാണോ അത്? ആലോചിച്ച് നോക്കൂ. അവരെ യഥാർത്ഥത്തിൽ ആ പ്രഖ്യാപനം ചെയ്യാൻ കാരണം, അങ്ങനെ ഫത്വ പുറപ്പെടുവിക്കാൻ കാരണം എന്താണ്? ഒരു ന്യായവും ത്തിന്റെയും അടിസ്ഥാനത്തിൽ അല്ല. അത് തനിക്ക് രാഷ്ട്രീയ ചിന്താഗതി, അതായത് മുസ്ലിം ലീഗും ഇത് ശരീരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. സമസ്തകാല ജമിയത്തുൽ ഉലമ ഞങ്ങൾക്കൊരു പ്രത്യേക രാഷ്ട്രീയ നിലപാട് വകവയ്ക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങളിനി അങ്ങോട്ട് പോകും. ഇതല്ലാതെ മറ്റെന്താണ്? കുട്ടികളോട് ചിന്തിച്ച് നോക്കൂ. അതിനു വേണ്ടി അവരെ പ്രീണിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും ചെയ്തതല്ലേ ഈ പ്രവൃത്തി? ആലോചിച്ച് നോക്കൂ. ഇനി നിങ്ങൾക്ക് അതിനെപ്പറ്റി സംശയം തോന്നുമെങ്കിൽ അനന്തര സംഭവങ്ങളെ പറ്റി ചിന്തിക്കും നോക്കാം. ഇതിന് ശേഷം പിന്നീടുള്ള അനന്തര സംഭവങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞാണ്. ആലോചിച്ചോ? അനന്തര സംഭവങ്ങൾ ആ കാര്യങ്ങൾക്ക് ശേഷം പിന്നീട് അസംബ്ലി ഇലക്ഷൻ വന്നു. കണ്ടോ? പഞ്ചായത്ത് ബോർഡ് ഇലക്ഷൻ വന്നു. ആ സമയത്തെല്ലാം തന്നെ ഈ ഫത്വക്കാർ, ഈ ഇടത്തോട്ട് നീങ്ങിയ ഫത്വക്കാർ അവരെന്ത് ചെയ്തു എന്നാൽ സമുദായത്തിന്റെ സംഘടന പൊളിക്കാൻ വേണ്ടി ആവുന്നതൊക്കെ പരിശ്രമിച്ചു. സുന്നത്തമായ സുന്നിന്റെ പേരും പറഞ്ഞു. അതല്ലേ യഥാർത്ഥത്തിൽ ചെയ്തത്? സമുദായത്തിന്റെ സംഘടിത ശക്തി തകർക്കാൻ വേണ്ടി അവർ ചെയ്യാത്ത കാര്യം എന്താണ്? അതെല്ലാം തന്നെ സുന്നി എന്ന പേര് പറഞ്ഞുകൊണ്ട്. ഏതാണ് ആ സുന്നി? നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. കുന്നമംഗലത്തിൽ ബാലൻ വൈദ്യർ ഒരു സ്ഥാനാർത്ഥി, ജാമം മാസ്റ്റർ മറ്റൊരു സ്ഥാനാർത്ഥി. അതിൽ ബാലൻ വൈദ്യർ സുന്നി. സലാമിന്റെ മസ്ജിദാണ്. ഇതാണ് സലാമിന്റെ മസ്ജിദ്. ഉറുപ്പിൽ വേണം മനുഷ്യന്. കുറച്ച് ഉറുപ്പ് പോലെ ഉറുപ്പില്ലെങ്കിൽ എന്തു ആവാമില്ല. ആലോചിച്ച് നോക്കൂ. ഇത് സലാമിന്റെ മസ്ജിദാണ്. ഇത് ഈ മസ്ജിദ് എന്താണ്? അങ്ങനെ സമുദായത്തിന്റെ സംഘടന ശക്തി, സമുദായത്തിന്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി ആവുന്നത് മുഴുവൻ പ്രവർത്തിച്ചു. അതും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അനന്തര സംഭവം. ആ സമയത്തെല്ലാം തന്നെ യഥാർത്ഥത്തിൽ അവരെ പുണ്യവിളിച്ച് പുറത്താവേണ്ടതാണ്. പക്ഷേ ഞങ്ങളെ ചെയ്തില്ല. കാരണം ഒന്നും കൂടി നോക്കാമല്ലോ, മനുഷ്യനെ നന്നായിക്കോളി, നന്നാക്കാൻ നോക്കുക. മാന്യവൃത്തിയായി പറഞ്ഞാൽ കണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ പിന്നീട് ഒരു എറണാകുളത്ത് ഒരു സുന്നി, അപ്പുറത്ത് സുന്നി ഇവരുടെ സംഘം ഈ ഫത്വയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം എന്തോ തായിട്ടുണ്ട്. എറണാകുളത്ത് ഒരു സ്റ്റേറ്റ് സമ്മേളനം സുന്നി ഇവരുടെ സംഘത്തിന്റെ നടത്താൻ പോകുന്നുണ്ട് എന്നൊരു പ്രചാരണം. ആരും അറിയില്ല, ഒരു തന്നെ സ്വന്തം. അതിൽ അവരുടെ സുന്നികളാരും അറിയില്ല. തൃശ്ശൂരോ ആ മേഖലയിലെ സുന്നി അവർക്ക് ദേഷ്യപ്പെട്ടു. അവരെന്ത് ചെയ്തു? ജനുവരി 15 ഒരു സമ്മേളനം അവർ സംഘടിപ്പിച്ചു. മറ്റേ ജനുവരി 22 നോക്കൂ. കോയമ്പത്തിന് വേറെ വല്ല വഴിയുമ്പോൾ ഞങ്ങൾ അവർ രണ്ട് കക്ഷിയും വിളിച്ചു. ഇത് ചെയ്യരുത്, സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കരുത്, നാശമുണ്ടാക്കരുത്. നിങ്ങൾ ഇനിയെങ്കിലും ഈ പ്രവർത്തനങ്ങൾക്ക് സമ്മേളനം നടത്തണമെങ്കിൽ നമുക്ക് നടത്താം. ജനുവരി 29 എല്ലാ കക്ഷികളും ചേർന്നുകൊണ്ട് സമ്മേളനം നടത്താം. നോക്കൂ, ദീനിന്റെ ആളുകൾക്ക് എത്ര സന്തോഷകരമാണ് അങ്ങനെ ഒന്നുണ്ടാവുന്നത്. ആലോചിച്ച് നോക്കൂ. അത്
പുറമേ സമ്മതിക്കാതിരിക്കാൻ വിളിച്ചില്ലല്ലോ. അങ്ങനെ സമ്മതിച്ചു, താഴെ ഇറങ്ങിപ്പോയി, അതിന് വള്ളം കൂട്ടി, കുഴപ്പം കൂട്ടി, അതിനെ പറ്റി വിശദമായ ചർച്ചയ്ക്ക് വെച്ചിരുന്ന ദിവസം ഇവരാരും അവിടെ വന്നില്ല. എന്നിട്ട് 5 മാസം അല്ല അവിടെ വേറെ കുഴപ്പമൊക്കെ ഉണ്ടാക്കി സമസ്തന്റെ മഹത്തായ